എന്നാലും ഇന്നലെ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ഇവൻ്റാണ് ഉണ്ടായത്. കാരണം എൻ്റെ പുസ്തക പ്രകാശനമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 10-14 കഥകളാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ കവിത, ചെറുകഥ എന്നുള്ളതിലൊക്കെ ആയിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് 2 ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. ഒന്ന് ചിന്തയുടെ ചിറകുകളും, ഒന്ന് ദേവദാസി എന്നുള്ളൊരു ചെറുകഥാ സമാഹാരവും. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാലസാഹിത്യ കഥ എന്ന് ഞാൻ പറയുന്ന ഒരു കഥ. കാരണം അതിൻ്റെ അടുത്തേക്ക് എത്തുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ഇവൻ്റായിരുന്നു ഇന്നലെ. വളരെ ലളിതമായ രീതിയിൽ, അതായത് ഉദ്ദേശിച്ച പോലെ തന്നെ വളരെ ലളിതമായ രീതിയിൽ ഇഷ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ പുസ്തകം പ്രകാശനം ചെയ്തു. പാലക്കാട് പ്രസ് ക്ലബ്ബായിരുന്നു സ്ഥലം. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രസാദ്, മാങ്ങാട് കൃഷ്ണപ്രസാദ്, അജേഷ് മാഷ്, പുണ്യേട്ടൻ വായനശാല സ്ഥാപകനായ അജേഷ് മാഷ്, പിന്നെ ശ്രീ രവി വാര്യത്ത്, ശ്രീ ഉണ്ണി വിശ്വനാഥ്, എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗഹൃദങ്ങളാണ്. വിദ്യ അരവിന്ദൻ്റെ സഹോദരിയെ പോലെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇഷ്ടപ്പെട്ടവരെ എല്ലാവരും തന്നെ കൃത്യസമയത്ത് അവിടെ എത്തുകയും സംഭവത്തിനെ കളർഫുള്ളാക്കി തരുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് നന്ദി എല്ലാവരോടും ഉണ്ട്. കാരണം വിളിച്ച സമയത്ത് തന്നെ വരികയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് അന്നത്തെ ദിവസം ആ സമയത്ത് അവിടെ എത്തുകയും ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ പുസ്തക പ്രകാശനം ചെയ്യാനുള്ള ഒരു വിശിഷ്ട അതിഥി ശ്രീ പുത്തൂർ രവി അവർകളായിരുന്നു. അവർ നാടകത്തിൻ്റെ സംവിധായകനും പാലക്കാടിൻ്റെ നാടക സ്പന്ദനങ്ങൾ അറിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് എൻ്റെ പുസ്തകം, അദ്ദേഹത്തിനാണ് ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. എൻ്റെ ബുക്കിൻ്റെ പേരാണ് കുക്കുകുഞ്ചിയും കുഞ്ഞനുറുമ്പും. അങ്ങനെ മുംബൈയിലുള്ള എൻ്റെ സഹോദര തുല്യനായ ശ്രീ രവി വാര്യത്ത് സംഭവ സ്ഥലത്ത് എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഒരുപാട് സന്തോഷം അതിലും ഉണ്ടായി. അപ്പോൾ അദ്ദേഹമാണ് പൊന്നാട അണിയിച്ച് ആദരിച്ചത്. അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ജയശ്രീ ടീച്ചർ വന്ന് എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ പുസ്തകം പ്രകാശന സമയത്ത് അത് ഏറ്റുവാങ്ങുകയും ചെയ്തതിന് ടീച്ചർക്ക് ഒരുപാട് നന്ദി. ആ സമയത്ത് ശരിക്കും പറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വന്നു. എന്തോ എനിക്ക് ഇന്നലെ അങ്ങനെ ഒരു ഇവൻറ്റിന് ഒരു ഇവൻ്റ് ഉണ്ടാക്കാനും അതിൽ ആനന്ദിക്കാനും സാധിച്ചു. കാരണം പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ പലരും പറഞ്ഞത് ഒരു സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെയാണ് തോന്നിയത് എന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട്, മാധ്യമപ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഫീൽ എല്ലാവർക്കും തോന്നിയത്. എന്തായാലും ഇന്നലെ സംഭവം അടിപൊളിയായിട്ടോ.